ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രണവസ്വരൂപനായി ഉപാസിച്ച മഹാത്മാക്കൾ പല കാലങ്ങളിലായിട്ട് തമിഴ്നാട്ടിൽ അവതരിച്ചിട്ടുണ്ട്. അതിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിവ്യാത്മാവാണ് ശ്രീ പാമ്പൻ സ്വാമികൾ എന്നറിയപ്പെട്ട അത്യാശ്രമ ശുദ്ധാദ്വൈത വൈദിക ശൈവ സിദ്ധാന്ത ജ്ഞാനഭാനു ശ്രീമദ് കുമരഗുരുദാസ സ്വാമികൾ. രാമേശ്വരത്തിനടുത്തുള്ള പാമ്പൻ എന്ന ഒരു ഗ്രാമത്തിൽ പണ്ട് അതൊരു ദ്വീപായിരുന്നു. ചാത്തപ്പൻ പിള്ളയ്ക്കും ചെങ്കമലത്തമ്മാൾക്കും പുത്രനായി ക്രിസ്ത്വബ്ദം 1850 ആണ് ഈ മഹാൻ അവതരിച്ചത്. ചാത്തപ്പൻ പിള്ളയ്ക്ക് പാമ്പൻ ഗ്രാമത്തിലുള്ള ഒരു ശിവക്ഷേത്രത്തിൽ വിളക്ക് കത്തിക്കുക, പൂവ് പറിച്ചു കൊടുക്കുക, മാല കെട്ടുക മുതലായ പണികളോടുകൂടി ഇരുമ്പ് സാധനങ്ങളുടെ ഒരു ചെറിയ കടയും നടത്തിപ്പോന്നിരുന്നു. അപ്പാവു എന്നതാണ് ആ ബാലന് അച്ഛനമ്മമാർ ഇട്ട നാമം. ശ്രീ സ്വാമികളുടെ ജീവചരിത്രം ചുരുക്കമായി പറയുന്നതിന് മുൻപായി ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. തമിഴകത്തിൽ രൂപം കൊണ്ട് പ്രസിദ്ധി പ്രാപിച്ച ശൈവ സിദ്ധാന്തത്തിന്റെ മുഖ്യമായ പ്രമാണ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ശിവജ്ഞാന സിദ്ധിയാർ. 13-ാം നൂറ്റാണ്ടിൽ അവതരിച്ച ശ്രീ അരുൾനന്ദി ശിവാചാര്യർ തമിഴ് ഭാഷയിൽ രചിച്ച ഈ ഗ്രന്ഥത്തിന് തമിഴിൽ തന്നെ പല വ്യാഖ്യാനങ്ങളുണ്ട്. അതിലൊരു വ്യാഖ്യാനത്തിൽ വ്യാഖ്യാതാവായ ശ്രീ ശിവാഗ്രയോഗികൾ പറയുന്ന ഒരു സംഗതിയാണ് ഇവിടെ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യർ 3 തരക്കാരായിട്ടാണ് ജനിക്കുന്നത്. സാമുസിദ്ധർ, സംസിദ്ധൻ എന്നതിൻ്റെ തമിഴായിരിക്കണം, സാമുസിദ്ധർ, വൈനയികർ, പ്രാകൃതർ എന്നിങ്ങനെ 3 തരം. പൂർവജന്മത്തിൽ കേവലം എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാനുള്ള ഒരു ജീവിതം എന്നതിന് ഉപരിയായി ശൈവ പുണ്യകൃത്യങ്ങളായ ചര്യ, ക്രിയ, യോഗം മുതലായവ അഭ്യസിച്ച് തന്നിമിത്തം നിർമ്മലമായ അന്ധഃകരണം സിദ്ധിച്ച് ദേഹം വിട്ടു നീങ്ങുന്ന കാലത്തിലും നേടിയ സകല ജ്ഞാനവും വൈരാഗ്യവും ശിഥിലമാവാതെ ശിവാനുഗ്രഹത്താൽ അതേ ജ്ഞാന വൈരാഗ്യത്തോടുകൂടി വീണ്ടും ജനിച്ച് ശിവഭാവന ചെയ്യുന്നവരാണ് സാമുസിദ്ധന്മാർ. വൈനയികർ പൂർവജന്മത്തിൽ വിനയശീലത്തോടുകൂടി ജീവിച്ച് ഗുരുവിൻ്റെ ഉപദേശത്താലും ശാസ്ത്ര പഠനത്താലും വിവേകജ്ഞാനം സിദ്ധിച്ച് മരിച്ചവരാണ്. അവർ വീണ്ടും ജനിക്കുമ്പോൾ ക്രമേണ മോക്ഷമാർഗം ലക്ഷ്യമാക്കി തന്നെ നീങ്ങുന്നു. അതിന് അനുയോജ്യമായ ചുറ്റുപാടുകളിൽ തന്നെ അവർ ജനിച്ച് വളരുന്നു. ഇതൊന്നുമില്ലാതെ ശരിയും ശരിയല്ലാത്തതുമായ കുറേ അറിവുകൾ നേടി പരമ്പൊരുളിനെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനവും ധാരണയും ഒന്നുമില്ലാതെ ജീവിച്ച് മരിച്ചവർ പുനർജനിക്കുമ്പോൾ പ്രാകൃതർ എന്ന് അറിയപ്പെടുന്നു. മറ്റൊരു വസ്തുത കൂടി ശ്രീ ശിവാഗ്രയോഗികൾ പറയുന്നുണ്ട്. അമ്മയുടെ ഗർഭത്തിലുള്ള ശിശുവിന് തൻ്റെ പഴയ ജന്മത്തെക്കുറിച്ചും ഇനി ജനിക്കാൻ പോകുന്ന ജന്മത്തെക്കുറിച്ചും തൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ള തൻ്റെ തീരുമാനത്തെക്കുറിച്ചുമൊക്കെ അറിവുണ്ടായിരിക്കും അത്രേ. ഈ ജന്മത്തിലെങ്കിലും ജ്ഞാനപദം ലക്ഷ്യമാക്കി ശരിയായ മാർഗത്തിൽ കൂടി മുന്നോട്ട് നീങ്ങണം എന്ന് ഒരു ദൃഢനിശ്ചയവും അത് എടുത്തിട്ടുണ്ടാവും. എന്നാൽ ആ ശിശു ജനിച്ച് വീണ ആ ക്ഷണത്തിൽ തന്നെ തൈരോഹിതം എന്ന പേരുള്ള ജഡമായയുടെ വായു സമ്പൂർണമായി ആ ശിശുവിൻ്റെ ഓർമ്മയെയും ജ്ഞാനത്തെയും ആവരണം ചെയ്ത് കളയും, മൂടിക്കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതിൻ്റെ പൂർവ്വകർമ്മ ഫലമനുസരിച്ചും ഇപ്പോഴത്തെ ജീവിതത്തിൽ ചെയ്യാനിരിക്കുന്ന കർമ്മങ്ങളുടെ നിലവാരമനുസരിച്ചും സർവോപരി ഈശ്വര നിശ്ചയമനുസരിച്ചും മാത്രം ആയിരിക്കും. മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ അതെടുത്ത തീരുമാനമൊക്കെ അതിൻ്റെ സ്മൃതി മണ്ഡലത്തിൽ നിന്നും പാടെ അകന്നു പോയിട്ടുണ്ടാവും. ഉത്തമ മനുഷ്യാവതാരത്തിൽപ്പെട്ട സാമുസിദ്ധന്മാരും മറ്റു സാധാരണ കുട്ടികളെപ്പോലെ തന്നെ ജനിച്ചാലും അവർക്ക് ഈ തൈരോഹിതത്തിൻ്റെ ആവരണം കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അവരുടെ ശരീരത്തിന് പൂർവജ്ഞാനത്തിൻ്റെ പരിപൂർണ വികാസം
ഉൾക്കൊള്ളാൻ വേണ്ട പക്വത ലഭിക്കുമ്പോൾ ആ കൃത്യമായ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഗുരുവായിട്ടോ അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ ഒരു മഹാത്മാവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടോ ജഡമായയുടെ ആ ആച്ഛാദനം ഊതി മാറ്റിക്കളയും. ഇനി ശ്രീ സ്വാമികളുടെ ചരിത്രത്തിലേക്ക് തിരിച്ചു വരാം. പാമ്പൻ ഗ്രാമത്തിൽ ഭൂജാതനായ ശ്രീമദ് കുമരഗുരുദാസ സ്വാമികൾ സാമുസിദ്ധറാണ്. ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് പല ദിവ്യ ദർശനങ്ങളും ദിവ്യ അനുഭൂതികളും കിട്ടിയിട്ടുണ്ട്. പാമ്പൻ ഗ്രാമത്തിൻ്റെ പരിസരങ്ങളിൽ ധാരാളം തെങ്ങിൻ തോപ്പുകളും സമുദ്രക്കരയായതുകൊണ്ട് നിലാവൊളി പടർന്ന പോലെ പൂഴിക്കുന്നുകളും ധാരാളം ഉണ്ടായിരുന്നു. അവിടെ പ്രഭാത സൂര്യോദയ വേളകളിൽ ചില ദിവ്യ അനുഭൂതികളും ദിവ്യ ദർശനങ്ങളും ആ കൊച്ചു ബാലന് നിരവധി തവണ ലഭിച്ചു. ആഴമുള്ള ഒരു കിണറ്റിൽ ആ ബാലൻ വീണപ്പോഴും ദീപാവലി സമയത്ത് പടക്കം വെച്ചിരുന്ന പെട്ടിയിൽ തീപ്പൊരി വീണ് പടക്കമെല്ലാം കൂടി പൊട്ടിത്തെറിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനും വെന്ത് പുണ്ണായപ്പോഴുമൊക്കെ ശ്രീ മുരുകൻ്റെ അനുഗ്രഹത്താൽ ആ ബാലൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചെറുപ്പത്തിൽ തന്നെ തമിഴും സംസ്കൃതവും പഠിക്കാനുള്ള അവസരം ആ ബാലന് ലഭിച്ചു. പഠിച്ചതൊക്കെ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവും ഉണ്ടായിരുന്നു. ശ്രീ അരുണഗിരിനാഥരുടെ തിരുപ്പുകൾ പദ്യങ്ങളിൽ അതിയായി ആകൃഷ്ടനായി അരുണഗിരിനാഥരെ തൻ്റെ ജ്ഞാനഗുരുവായി സ്വയം വരിച്ച് 13-ാമത്തെ വയസ്സിൽ ആദ്യമായി ഒരു ശ്ലോകം എഴുതി. ആ ആദ്യ ശ്ലോകത്തിൽ തന്നെ മഹത്തായ 3 തത്വങ്ങൾ കൊച്ചു ബാലനായിരുന്ന ശ്രീ സ്വാമികൾ സൂചിപ്പിച്ചു. അതായത് ശിവനും ശിവന് അഭിന്നയായ ശക്തിയും തമ്മിലുള്ള സാമരസ്യഭാവമാണ് ഷൺമുഖ പരമ്പൊരുൾ എന്നും, സുബ്രഹ്മണ്യന്റെ സ്വരൂപത്തിൽ ഗണപതിയും ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ എന്നീ 6 പേരുടെയും ഐക്യമുണ്ട് എന്നും, അതുകൊണ്ട് ശ്രീ സുബ്രഹ്മണ്യൻ യഥാർത്ഥത്തിൽ ശ്രീ പരമേശ്വരൻ തന്നെയാണ് എന്നും സ്ഥാപിച്ചു. ശ്രീ പാമ്പൻ സ്വാമികൾ പിന്നീട് സുബ്രഹ്മണ്യ സ്വാമിയെ ശ്രീ കുമാര പരമേശ്വരൻ എന്ന ഭാവത്തിലാണ് ആരാധിച്ചു പോകുന്നത്. സാമുസിദ്ധനായ ശ്രീ സ്വാമികളുടെ തൈരോഹിതമാകുന്ന മറ അകന്നത് അപ്പോഴായിരിക്കണം. ദിവസം ഒരു പദ്യം വീതം 100 പദ്യങ്ങൾ എഴുതി. അതിൽ വേദങ്ങളുടെയും ആഗമങ്ങളുടെയും അതിസൂക്ഷ്മമായ പല തത്വരഹസ്യങ്ങളും തമിഴ് ഭാഷയിലെ പല പുരാതനമായ പദപ്രയോഗങ്ങളും ബാലനായ സ്വാമികൾ പ്രയോഗിച്ചിരിക്കുന്നതാണ് അദ്ദേഹം സാമുസിദ്ധനാണ് എന്നതിന് പ്രമാണമായി അറിയുന്നത്. അദ്ദേഹം പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടില്ലാത്ത സ്കന്ധപുരാണം പോലെയുള്ള പല പുരാണങ്ങളിലെയും പല കഥകളും വിവരങ്ങളും ഈ പദ്യങ്ങളിൽ പറയുന്നുണ്ട്. ശൈവസിദ്ധാന്തത്തിൻ്റെ തത്വങ്ങളായ പശുജ്ഞാനം, പതിജ്ഞാനം, പാശജ്ഞാനം മുതലായവയുടെ വിശദീകരണങ്ങളും അപൂർവമായ ശൈവാഗമങ്ങളിലെ പല സൂക്ഷ്മ ഉപദേശങ്ങളും ഈ പദ്യങ്ങളിൽ കാണാം. ഒരു ഉദാഹരണം പറയാം. ശ്രീ പരമേശ്വരൻ്റെ 3-ാം തൃക്കണ്ണിൽ നിന്നും ഉദിച്ച 6 അഗ്നിജ്വാലകൾ ശരവണപ്പൊയ്കയിൽ ചെന്ന് പതിച്ചപ്പോഴാണ് ഷൺമുഖനായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി അവതരിച്ചത് എന്ന് സ്കന്ധപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ അത് സംഭവിച്ചത് ഈ കൽപ്പത്തിൽ ആണ് എന്നും അതിനു മുമ്പും സുബ്രഹ്മണ്യ സ്വാമിയുടെ അവതാരം സംഭവിച്ചിട്ടുണ്ട് എന്നും, പ്രഥമ മഹാസൃഷ്ടിയിൽ ശ്രീ പരമേശ്വരൻ്റെ ഹൃദയസ്ഥാനത്തിൽ നിന്നും ശ്രീ സുബ്രഹ്മണ്യൻ പണ്ടേ ഉദ്ഭവിച്ചിട്ടുള്ളതാണ് എന്നും വാതുള ആഗമത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ശ്രീ സ്വാമികൾ 37-ാം ദിവസത്തിലെ പദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു. തികച്ചും ദുർലഭമായ ഒരു സംസ്കൃത ശൈവ ആഗമ ഗ്രന്ഥമാണ് വാതുളാഗമം. വാതുളാഗമത്തിൻ്റെ തത്വഭേദ പടലത്തിൽ 139-ാം ശ്ലോകത്തിലാണ് ഈ മഹാപ്രഥമ സൃഷ്ടിയിലെ സുബ്രഹ്മണ്യ അവതാരം പറഞ്ഞിട്ടുള്ളത്. സീർമൽഹു വാതുള ചുരുതി നുവൽ വണ്ണം സിറപ്പുള്ള പിരതമമഹ സിരുട്ടിയിൽ മഹേസുരറുളക്കമലമതിനിன்றോർ ദിവ്യ പിരമക്കുഴവിയായി ഏർമൽഹു ദേവർതൊഴ വെളിവന്ത് അവ്വീസുരർ കിനിയ സുതനായി നിன்று എന്നാണ് ശ്രീ സ്വാമികൾ എഴുതിയ ആ പദ്യത്തിൽ ഈ വിവരം പറഞ്ഞിരിക്കുന്നത്.
ഈ അത്യപൂർവമായ വിവരം ഈ ബാലൻ എങ്ങനെ അറിഞ്ഞു? 13-ാം വയസ്സിൽ ശ്രീ സ്വാമികൾ രചിച്ച ഈ അമൂല്യ പദ്യങ്ങളിലെ ആശ്ചര്യകരവും അനന്യസാധാരണവുമായ ഇനിയും ചില വിവരങ്ങൾ കൂടി പറയട്ടെ. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ 6 മുഖങ്ങളുടെയും തത്വം ഇതുവരെ എവിടെയും കേട്ടിട്ടില്ലാത്ത രീതിയിൽ ശ്രീ സ്വാമികൾ പറയുന്നുണ്ട്. ഒരു പദ്യത്തിൽ ശൈവാഗമങ്ങളിൽ പഞ്ചസാദാഖ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 36 തത്വങ്ങളിൽ ആദ്യത്തെ 5 ശുദ്ധ തത്വങ്ങളാണ് ശിവം, ശക്തി, സദാശിവം, ഈശ്വരൻ, ശുദ്ധവിദ്യ എന്നീ 5. ഇതിൽ സദാശിവ തത്വം ശൈവസിദ്ധാന്തത്തിൽ അറിയപ്പെടുന്നത് സാദാഖ്യ തത്വം എന്നാണ്. ഈ സാദാഖ്യം അഥവാ മഹാസാദാഖ്യം പരാശക്തി, ആദിശക്തി, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിവയുമായി ചേരുമ്പോഴാണ് ശിവസാദാഖ്യം, അമൂർത്തിസാദാഖ്യം, മൂർത്തിസാദാഖ്യം, കർത്തൃസാദാഖ്യം, കർമ്മസാദാഖ്യം എന്നീ പഞ്ചസാദാഖ്യങ്ങൾ ആകുന്നത്. ഈ 5 സാദാഖ്യങ്ങളും മഹാസാദാഖ്യവും കൂടിയ 6 ശ്രീ സുബ്രഹ്മണ്യന്റെ 6 മുഖങ്ങൾ എന്ന രഹസ്യം ശ്രീ സ്വാമികൾ വെളിപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു പദ്യത്തിൽ ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നീ ശക്തികളെ മറച്ചിരിക്കുന്ന ശ്രീ പരമേശ്വരന്റെ തിരോധാന ശക്തി സ്വൽപ്പമായി അകലുന്നതിൻ്റെ അളവനുസരിച്ച് ശിവാനുഗ്രഹമാകുന്ന ശക്തി നിപാതം മന്ദതരം, മന്ദം, തീവ്രം, തീവ്രതരം എന്നീ 4 ഗതിക്രമത്തിൽ സംഭവിക്കുന്നു എന്ന് മൃഗേന്ദ്രാഗമത്തിൽ കൊടുത്തിട്ടുള്ള സൂക്ഷ്മ വിവരം ശ്രീ സ്വാമികൾ പറയുന്നുണ്ട്. വേറൊരു പദ്യത്തില് പരൈമുതർ കിരിയൈ വരെയുള്ള വൈന്ത് ശക്തി സംബന്ധത്തിനാൽ അഴുക്കിൽ പരമായൈ തന്നിൻ മുറൈ എന്ന് പരാശക്തി മുതൽ ക്രിയാശക്തി വരെയുള്ള 5 ശക്തികൾ പരമായയുമായി സംബന്ധപ്പെടുമ്പോൾ ഉണ്ടാവുന്ന പരനാഥ, അപരനാഥ, പരബിന്ദു, അപരബിന്ദു ഇവ ഓരോന്നിൻ്റെയും കലകളുടെ പേരുകളും അതിസൂക്ഷ്മ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പുരാതന ആഗമങ്ങളിലെ അതിരഹസ്യ സൂക്ഷ്മ തത്വങ്ങളുടെ ഈ അറിവ് കേവലം 13 വയസ്സ് പ്രായമുള്ള ബാലന് പൂർവജന്മജ്ഞാനത്തിൻ്റെ മേലെയുള്ള ആവരണം നീങ്ങിയതുകൊണ്ട് മാത്രമാണ് സംപ്രാപ്തമായത് എന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരിക്കൽ സ്വാമികൾക്ക് ഒരു സ്വപ്നമുണ്ടായി. ഭസ്മവും രുദ്രാക്ഷവും ധരിച്ച ഒരു വൃദ്ധൻ സ്വാമികളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു കൽമണ്ഡപത്തിലിരുത്തി ഇലയിട്ട് ചോറും പാലും ശർക്കരയും വിളമ്പി എല്ലാം കൂട്ടി കുഴച്ച് ഉരുളയാക്കി കൊടുത്ത് കഴിക്കാൻ പറഞ്ഞു. സ്വാമികളും കഴിച്ചു. സ്വപ്നത്തിലാണ്. പിറ്റേ ദിവസം മുതൽ സ്വാമികളുടെ കവിത്വശക്തി പല മടങ്ങായി വർദ്ധിച്ചു. സ്വാമികൾ മുനിയാണ്ടിയ പിള്ളൈ എന്ന ആചാര്യനിൽ നിന്ന് തമിഴും രാമേശ്വരം സേതുമാധവ അയ്യർ എന്ന പണ്ഡിതനിൽ നിന്ന് സംസ്കൃതവും പഠിച്ചു. സ്വാമികളുടെ രചനകളിൽ ശ്രീ അരുണഗിരിനാഥരെയും ശ്രീ തായിമാനവ സ്വാമികളെയും പോലെ ധാരാളം സംസ്കൃത പദങ്ങളും പ്രയോഗങ്ങളും ഉൾപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് ആഗമശാസ്ത്രങ്ങളിലെ തമിഴിൽ തർജ്ജമ ചെയ്യാനാവാത്ത പല അപൂർവമായ സാങ്കേതിക പദങ്ങളും അദ്ദേഹത്തിന് അതേപോലെ ഉപയോഗിക്കാൻ സാധ്യമായി എന്നും പറയാം. ഉദാഹരണത്തിന് നിഷ്കളാനന്ദ ഗുഹൻ എന്ന ദശകത്തിൽ ശ്രീ സ്വാമികൾ സുബ്രഹ്മണ്യ ഭഗവാന്റെ സ്വരൂപത്തിൻ്റെ സൂക്ഷ്മതത്വം ഇങ്ങനെ വർണ്ണിക്കുന്നു. നിന്നുടയ രാജ്യമോ നിത്യത്തുവ കൈവല്യം നിതമാരണം തുതിക്കും നിന്നുടയ നാമമോ സീവർகளை മുത്തിയിൽ നിറുത്തിടു മഹാമന്ദിരം നിന്നുടയ വടിവമോ അതിരേക മறைതന്ത്ര നെടിയകലയാതി ഉണർവ് നിന്നുടയ ശസ്ത്രമോ ഇരുളികൾ അറുക്കുമികൾ നീടുമൈ ஞான சக்தி നിന്നുടയ വാഹനം അതോ മാயை തുവസമോ നിഴൽ നിലവു മൂർത്തമാயை നിന്നുടയ ഉരുവത്തിൽ അണിகின்ற பொருள்களோ நிமிர்ஷீவ செல்வ மூலம் നിന്നുടയ ഇടവലം അമർந்த ഇരു ശക്തിയോ നിജജ്ഞാന നികറിൽ കിരിயை നിന്നുടയ അടിനിனைவர் വറിവടൈവതെങ്കനോ നിഷ്കളാനന്ദ ഗുഹനേ. ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ്?
നിന്നുടയ രാജ്യമോ നിതമാരണം തുതിക്കും നിത്യത്തുവ കൈവല്യം. നിന്തിരുവടിയുടെ സാമ്രാജ്യം നിരന്തരമായി വേദങ്ങൾ പ്രകീർത്തിക്കുന്ന അനശ്വരമായ കൈവല്യധാമമാണ്, ശാശ്വതമായ മുക്തിയാണ്. നിന്നുടയ നാമമോ സീവർകളെ മുക്തിയിൽ നിർത്തിടു മഹാമന്ദിരം. അവിടുത്തെ തിരുനാമമാകട്ടെ ജീവാത്മാക്കളെ പരിത്രാണം ചെയ്ത് മോക്ഷപദത്തിൽ നിർത്തുന്ന മഹാമന്ത്രം തന്നെയാണ്. നിന്നുടയ വടിവമോ അതിരേക മറിതന്ത്ര നെടിയ കലയാദി ഉണർവ്. അവിടുത്തെ സ്വരൂപം വേദങ്ങളുടെയും ആഗമതന്ത്രശാസ്ത്രങ്ങളുടെയും 64 കലകളുടെയും അറിവാണ്. എന്നുവെച്ചാൽ പരമോന്നത ജ്ഞാനസ്വരൂപമാണ് നിന്തിരുവടിയുടേത്. നിന്നുടയ സസ്ഥിരമോ ഇരുളിഹൽ അറുക്കുമിഹൽ നീട് മെയ് ജ്ഞാന ശക്തി. നിന്തിരുവടിയുടെ ശസ്ത്രമായ വേലായുധം അജ്ഞാനതിമിരമാകുന്ന ശത്രുവിനെ ഉന്മൂലനം ചെയ്യുന്ന സത്യജ്ഞാനത്തിൻ്റെ ശക്തിയാണ്. നിന്നുടയ വാഹനം അധോമായി. അവിടുത്തെ വാഹനമാകുന്ന മയൂരം അശുദ്ധമായയാണ്. ഇത് ശൈവസിദ്ധാന്തത്തിൽ അധോമായ എന്ന് അറിയപ്പെടുന്നു. തുവസമോ നിഴൽ നിലവും മൂർത്തമായ. അവിടുത്തെ കുക്കുടധ്വജം ശുദ്ധമായയാണ്. ഇത് ശൈവസിദ്ധാന്തത്തിൽ ഊർധ്വമായ എന്ന് അറിയപ്പെടുന്നു. നിന്നുടയ ഉരുവത്തിൽ അണിഹിன்ற പൊരുൾകളോ നിമിർ ശീവ സെൽവ മൂലം. അവിടുത്തെ മേനിയിൽ അണിഞ്ഞിരിക്കുന്ന വസ്ത്രവും ആയുധങ്ങളും ഹാരവുമെല്ലാം ശ്രേഷ്ഠരായ ആത്മാക്കൾ പ്രാപിക്കുന്ന ഐശ്വര്യമാണ്. നിന്നുടയ ഇടവലമർந்த ഇരു ശക്തിയോ നിജജ്ഞാന നികറിൽ കിരിയൈ. നിന്തിരുവടിയുടെ ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തുമായി ഇരിക്കുന്ന ശക്തികൾ വള്ളിയും ദേവസേനയും പരമാർത്ഥമായ ജ്ഞാനശക്തിയും അദ്വിതീയമായ ക്രിയാശക്തിയുമാണ്. നിന്നുടയ അടിനിനൈവർ വറിതടൈവതെങ്ങനോ നിഷ്കളാനന്ദ ഗുഹനെ. അല്ലയോ നിഷ്കള പരാനന്ദ സ്വരൂപിയായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിൻ, പിന്നെ എങ്ങനെയാണ് അവിടുത്തെ ചരണാരവിന്ദങ്ങളെ സ്മരിക്കുന്നവർ പരാധീനതയും ദുഃഖവും പരിതാപവും നേരിടാൻ പോകുന്നത്? ഒരിക്കലും അവർക്ക് അത് നേരിടേണ്ടി വരില്ല എന്ന് സാരം. തമിഴകത്തിലെ തീവ്ര സുബ്രഹ്മണ്യോപാസന ചെയ്യുന്ന ശ്രദ്ധാലുക്കളായ സാധകർ ഇന്നും നിരന്തരം ചൊല്ലുന്ന ഒരു ധ്യാന ശ്ലോകമാണ് ഇത്. സംസ്കൃത അധ്യാപകനും രാമേശ്വരത്തുള്ള സേതുമാധവ പെരുമാൾ ക്ഷേത്രത്തിലെ പൂജാരിയും കൂടിയായിരുന്ന സേതുമാധവ അയ്യർ ഒരു ദിവസം ശ്രീ സ്വാമികൾക്ക് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഷടാക്ഷരി മന്ത്രം ഉപദേശിച്ച് പൂർവാംഗ ഉത്തരാംഗ ന്യാസങ്ങളോടുകൂടിയുള്ള മന്ത്രജപം അനുഷ്ഠിക്കേണ്ട വിധവും പറഞ്ഞുകൊടുത്തു. അതിനുശേഷം ദിവസത്തിൽ 3 നേരവും ശ്രദ്ധയോടെ ഷടാക്ഷര മന്ത്രജപ സാധനയും ശ്രീ സ്വാമികൾ തുടങ്ങി. അത്യുത്കൃഷ്ടവും അത്യപൂർവവുമായ തത്വരഹസ്യങ്ങളും സുബ്രഹ്മണ്യ സ്വാമിയുടെ അതിമനോഹരമായ വർണ്ണനകളും ഹൃദയത്തെ അലിയിക്കുന്ന പ്രാർത്ഥനകളും യോഗശാസ്ത്ര സൂക്ഷ്മതകളും നിറഞ്ഞ നിരവധി രചനകൾ ഈ കാലഘട്ടത്തിൽ ശ്രീ സ്വാമികൾ ചെയ്തു. ഇടയ്ക്കിടെ അദ്ദേഹത്തിന് സംഭവിച്ചു കൊണ്ടിരുന്ന അപകടങ്ങളിൽ നിന്നെല്ലാം അദ്ഭുതമായ വിധത്തിൽ ശ്രീ കുമാരപരമേശ്വര പെരുമാൾ അദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ശ്രീ സ്വാമികൾക്ക് 25 വയസ്സ് പ്രായമായപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ശ്രീ സ്വാമികളുടെ വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ തുടങ്ങി. വിവാഹത്തിൽ യാതൊരു താല്പര്യവുമില്ലാതിരുന്ന അദ്ദേഹത്തിന് മന്ത്രദീക്ഷാ ഗുരുവായ സേതുമാധവ അയ്യർ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ആവശ്യകതയെ ഉപദേശിച്ച് വിവാഹത്തിന് സമ്മതിച്ചു കൊള്ളാൻ നിർദ്ദേശിച്ചു. ഗുരുവിൻ്റെ ആജ്ഞ നിരസിക്കാൻ വയ്യാതെ ശ്രീ സ്വാമികൾ കാളിമുത്തമ്മാൾ എന്ന ഒരു യുവതിയെ വിവാഹം കഴിച്ചു. ആ ദമ്പതികൾക്ക് 3 സന്താനങ്ങളുണ്ടായി. ഈ കാലങ്ങളിലെല്ലാം പല സന്ദർഭങ്ങളിലായി ശ്രീ കുമാരപരമേശ്വര സ്വാമിയുടെ അനുഗ്രഹം പല രീതികളിലായി ലഭിച്ചുകൊണ്ടേയിരുന്നു. ശ്രീ സ്വാമികളുടെ രചനകളുടെ സംഖ്യയും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ വിരക്തിയും സന്യാസത്തിൽ ആസക്തിയും ദിവസം തോറും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ശ്രീ കുമാരപരമേശ്വരൻ്റെ മാധ്യസ്ഥവും ഭഗവത് അനുഗ്രഹത്താൽ അദ്ഭുത സംഭവങ്ങളും ശ്രീ സ്വാമികളുടെ ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടും ഇരുന്നു. ഒരിക്കൽ വേനൽക്കാലത്തിൽ
ചെരുപ്പില്ലാതെ പൂഴി മണ്ണുള്ള പ്രദേശത്തിൽ നടക്കുമ്പോൾ കാലിൽ കരുവേല മരത്തിൻ്റെ കൂർത്ത മുള്ള് ആഴത്തിൽ കുത്തിക്കയറി വേദന സഹിക്കാനാവാതെ ശ്രീ സ്വാമികളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ദേഹത്തെക്കുറിച്ചുള്ള വിചാരം ഇത്ര ആഴത്തിലുള്ളത് കൊണ്ടല്ലേ എനിക്ക് ഈ വേദനയിൽ ഈ ഉത്കണ്ഠയുണ്ടാവുന്നത്? ഇത്രമാത്രം ഞാൻ ഭഗവാനെക്കുറിച്ച് പാടിയിട്ടും ഈ സ്ഥൂലദേഹത്തിനോടുള്ള മമത പോകുന്നില്ലല്ലോ എന്നതായിരുന്നു ശ്രീ സ്വാമികളുടെ ദുഃഖം. 10 പദ്യങ്ങളിൽ കൂടി ആ ദുഃഖം അദ്ദേഹം സുബ്രഹ്മണ്യ സ്വാമിയെ അറിയിച്ചു. എന്നാൽ തൻ്റെ ദാസൻ പാദരക്ഷയില്ലാതെ നടന്നതുകൊണ്ട് വേദന അനുഭവിക്കേണ്ടി വന്നത് വേൽമുരുകന് സഹിച്ചില്ല. ഒരു മരപ്പണിക്കാരൻ്റെ സ്വപ്നത്തിൽ മെതിയടികൾ ഉണ്ടാക്കി ശ്രീ സ്വാമികൾക്ക് എത്തിച്ചു കൊടുക്കാൻ നിർദ്ദേശിച്ചു ഭഗവാൻ. ഭഗവാനെ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യം സിദ്ധിച്ച ആ തച്ചൻ ഉടൻ മരത്തിൽ മെതിയടികൾ ഉണ്ടാക്കി ശ്രീ സ്വാമികളെ ഏൽപ്പിച്ചു. സ്വാമികളുടെ 41-ാം വയസ്സിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു ദിവസം അങ്കമുത്തു പിള്ളൈ എന്ന ഒരു സുഹൃത്തുമായി സംസാരിച്ചിരിക്കവേ ശ്രീ സ്വാമിജി നാളെ ഞാൻ പഴനിമലയ്ക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. വിരക്തനായിരിക്കുന്ന ശ്രീ സ്വാമിജി പഴനിയിൽ ചെന്ന് സന്യാസം സ്വീകരിച്ച് ഇനി തിരിച്ചു വരാതെ പോയേക്കുമോ എന്ന് അങ്കമുത്തുപിള്ള ഭയന്ന് പെട്ടെന്ന് ഒരു തീരുമാനവും എടുക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ ശ്രീ സ്വാമികൾ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചിരിക്കുക തന്നെയാണ് എന്നും മറുപടി പറഞ്ഞു. ഇത് കുമാരക്കടവുളിൻ്റെ ആജ്ഞയാണോ എന്ന് അങ്കമുത്തുപിള്ള ചോദിച്ചപ്പോൾ ശ്രീ സ്വാമിജി അതെ എന്ന് മറുപടി പറഞ്ഞു. ഈശ്വരൻ തന്നോട് നിരന്തരം സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പല കപടസിദ്ധന്മാരും അഭിനയിക്കുന്നുണ്ടാവാം. അവർ പറഞ്ഞു നടക്കുന്ന വ്യാജ പ്രസ്താവനകളിലൊന്നും ഭഗവാന് യാതൊരു താല്പര്യവും കാണുന്നില്ല. അതൊന്നും ഗവനിക്കുക പോലുമില്ല. അതൊക്കെ താനേ അത്തരം വ്യാജന്മാരുടെ പാപഭാരം കൂട്ടിക്കൊള്ളും. പക്ഷേ തൻ്റെ യഥാർത്ഥ ഭക്തൻ കളവ് പറഞ്ഞാൽ ഭഗവാന് സഹിക്കില്ല. കർക്കശനായ പിതാവിനെ പോലെ ശാസിക്കും. അന്ന് രാത്രി ശ്രീ സ്വാമികളുടെ സ്വപ്നത്തിൽ ശ്രീ കുമാരപരമേശ്വര പെരുമാൾ അതികോപത്തോടെ ചോദിച്ചു, എൻ്റെ ആജ്ഞയുണ്ട് എന്ന് എന്തിന് നീ നുണ പറഞ്ഞു? ശ്രീ സ്വാമികൾ ഭയത്താൽ നടുങ്ങിക്കൊണ്ട് മനസ്സുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, ആത്മാനുഭൂതിയിലുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് അറിയാതെ ഞാൻ പറഞ്ഞു പോയത്. ഭഗവാൻ പറഞ്ഞു, നിനക്ക് എന്നാണ് അത് തരേണ്ടത് എന്ന് എനിക്കറിയാം. ആ സമയത്ത് അത് ഞാൻ നിനക്ക് തന്നിരിക്കും. ഏതായാലും ഞാൻ വരാൻ പറയുന്നതുവരെ നീ പഴനിക്ക് ഒരിക്കലും വരരുത്. വരില്ല എന്ന് പറയൂ എന്ന് ഭഗവാൻ ശാസിച്ചു പറഞ്ഞു. ശ്രീ സ്വാമികളും പ്രഭോ, ഞാൻ അങ്ങനെ തന്നെ ചെയ്തു കൊള്ളാം. അവിടുത്തെ അനുമതി കിട്ടിയാലല്ലാതെ ഞാൻ പഴനിക്ക് വരില്ല എന്നും സമ്മതിച്ചു. പിന്നീട് ശ്രീ സ്വാമികൾ ഈ ഭൂമിയിൽ ഭൂതശരീരത്തോട് ജീവിച്ചിരുന്ന കാലം വരെയും പഴനിക്ക് പോകാനുള്ള അനുജ്ഞ ശ്രീ കുമാരപരമേശ്വര സ്വാമി കൊടുത്തിട്ടേയില്ല. എന്നാൽ പഴനി ആണ്ടവനായ ദണ്ഡായുധ പാണിയുടെ ദർശനം ശ്രീ സ്വാമികൾക്ക് സ്വപ്നത്തിൽ ലഭിച്ചു. യോഗദണ്ഡം മാത്രം കയ്യിലേന്തി മുണ്ടനം ചെയ്ത ശിരസ്സുമായി കാണുന്ന പഴനി ബാലദണ്ഡായുധ പാണിയുടെ ശിരസിൻ്റെ പിൻഭാഗത്ത് അവിടുത്തെ അർച്ചകരൊഴിച്ച് മറ്റാരും കണ്ടിട്ടില്ലാത്ത ഒരു കൊച്ചു കുടുമയുള്ളത് ശ്രീ സ്വാമികൾ ശ്രദ്ധിച്ചു. അങ്കമാക യോഗദണ്ഡം ആനതൊன்று കരം പിടിത്ത് സെങ്കമ്മേയ സിറിയ ശിക്കം തികഴ നിன்ற പഴനി ചിത്ത എന്ന് ഒരു പദ്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ചിക്കം എന്ന് വെച്ചാൽ ശിഖ, കുടുമ. ഈ സംഭവത്തിന് ശേഷം 4 മാസം കഴിഞ്ഞ് ശ്രീ സ്വാമികൾ ഷഷ്ഠിവ്രതത്തിൻ്റെ നാളുകളിൽ നോൻപ് അനുഷ്ഠിച്ച് രാമേശ്വരത്തേക്ക് പോയപ്പോൾ വീണ്ടും ശ്രീ കുമാരപരമേശ്വര പെരുമാൾ ശ്രീ സ്വാമികളിൽ കൂടി തൻ്റെ വിശ്വാസികളുടെ ഉപകാരത്തിനായി മറ്റൊരു കർത്തവ്യവും നിർവഹിച്ചു. ശ്രീ സ്വാമികൾക്ക് രാമേശ്വരത്ത് വെച്ച് പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ പേരറിയാത്ത ഒരു രോഗം പിടിപെട്ട് ശരീരം മുഴുവനും തളർച്ച ബാധിച്ച് വീണു. ചികിത്സിച്ച് മാറുന്ന രോഗമല്ല അത് എന്ന് മനസ്സിലാക്കിയ ശ്രീ സ്വാമികൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ മാതൃകാക്ഷരമയമായ സ്വരൂപം മനസ്സിൽ ധ്യാനിച്ച് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിനും രക്ഷ നൽകാനുള്ള അഭ്യർത്ഥനയായ ഷൺമുഖ കവചം രചിച്ച് അത് പാരായണം ചെയ്തു.
സംസ്കൃതവുമായി ബന്ധമുള്ള മറ്റ് ഭാരതീയ ഭാഷകളെ പോലെയല്ല തമിഴ്. തമിഴിൽ ആകെ 30 അക്ഷരങ്ങൾ മാത്രമാണുള്ളത്. അ, ആ, ഇ, ഈ, ഉ, ഊ, എ, ഏ, ഐ, ഒ, ഓ, ഔ എന്ന് 12 സ്വരാക്ഷരങ്ങളും പിന്നെ ക, ച, ട, ത, പ, റ, ങ, ഞ, ണ, ന, മ, ന, യ, ര, ല, വ, ഴ, ള എന്ന് 18 വ്യഞ്ജനാക്ഷരങ്ങളും. അങ്ങനെ ആകെ 30 മാതൃകാക്ഷരങ്ങൾ. ഈ ഓരോ അക്ഷരത്തിലും തുടങ്ങുന്ന 30 പദ്യങ്ങളാണ് വിഖ്യാതമായ ഷൺമുഖ കവചം. ഇത് സംഭവിച്ചത് 1891 ആണ്ട് തമിഴ് മാസമായ കാർത്തിക 8-ാം നാൾ, അതായത് നവംബർ 22-ാം തീയതി. തമിഴ് കൂറും നല്ലുലഹത്തോർ, അതായത് ലോകത്ത് തമിഴ് മാതൃഭാഷയായി കൊണ്ടുള്ള ജനതയ്ക്ക്, അതിൽ പ്രത്യേകിച്ച് മുരുക ഭക്തന്മാർക്ക് ഏറ്റവും ശക്തിയുള്ള സർവബാധാശമനിയായ ഷൺമുഖ കവചം ശ്രീ സ്വാമികളിൽ കൂടി ശ്രീ കുമാരസ്വാമി അനുഗ്രഹിച്ച് അരുളിയ സുദിനമായിരുന്നു അത്. ശേഷഗിരി റായർ എന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ശ്രീ സ്വാമികളുടെ സുഹൃത്തും ഭക്തനുമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ കുമരഗുരുദാസൻ എന്ന വിശേഷനാമത്തിൽ അവിടുന്ന് അറിയപ്പെടണം എന്ന് വിനയത്തോടെ അഭ്യർത്ഥിച്ച് വണങ്ങി. ആ പേര് തന്നെ ശ്രീ സ്വാമികൾ പിന്നീട് സ്വീകരിച്ചു. തമിഴ് സിദ്ധന്മാരോടും അവരുടെ സാഹിത്യങ്ങളിലുമൊക്കെ ശ്രീ സ്വാമികൾക്ക് വലിയ മതിപ്പുണ്ടായിരുന്നുവെങ്കിലും സിദ്ധരചനകളിൽ പ്രതിപാദിച്ചിട്ടുള്ള പരീക്ഷിച്ചറിയാത്ത ഔഷധങ്ങൾ, ഗുളികകൾ, മന്ത്രപ്രയോഗങ്ങൾ, രസവാദ വിദ്യ, ജ്യോതിഷം, ഹഠയോഗം, യോഗസിദ്ധികൾ ഇവയൊന്നും സ്വീകാര്യമായിരുന്നില്ല. അദ്വൈത സിദ്ധിയായ ആത്മലാഭം മാത്രമാണ് എനിക്ക് വേണ്ടത്, അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ സിദ്ധിക്കുകയുള്ളൂ, അല്ലയോ മനസ്സേ ഇതിൻ്റെ പുറകെയൊന്നും നീ പോകരുത് എന്നായിരുന്നു ശ്രീ സ്വാമികളുടെ സ്വയം സങ്കല്പം. സർവജീവരും ഈശവുപാസനൈ തന്നിൻ മേമ്പടുവാർ. സകല ജീവന്മാരും ഈശ്വരോപാസനയിൽ കൂടി മാത്രമാണ് ശ്രേഷ്ഠസ്ഥാനത്തേക്ക് എത്തുന്നത്. അത്തരം ഉന്നതി പ്രാപ്തി ഈശ്വരൻ അനുഗ്രഹിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. നമ്മൾ ആൾ ദൈവങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന വിശുദ്ധ മനുഷ്യരെയും തപോധനന്മാരായ സന്യാസികളെയും മഠാധിപതികളെയും ഭക്തശ്രേഷ്ഠരെയും ചെന്ന് നമസ്കരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അവരെ ദൈവതുല്യമായി കാണുന്നത് ദൈവനിന്ദ ചെയ്യുന്ന നാസ്തികരുടെ പ്രവൃത്തി മാത്രമാണ്. മതിയിലാർ അടിയാർകളയെ പെരും പൊരുളെനെ ചൊല്ലി നാത്തികരാവർ എന്ന് ശ്രീ സ്വാമികൾ അഭിപ്രായപ്പെടുന്നു. അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ദൈവഭക്തിയെ എല്ലാ കാലങ്ങളിലും ശ്രീ സ്വാമികൾ എതിർത്തിട്ടുണ്ട്. 1894 ആണ്ട് ശ്രീ സ്വാമികൾക്ക് 44 വയസ്സുള്ളപ്പോൾ രാമനാഥപുരം ജില്ലയിലെ കടപ്പുറത്തുള്ള പിരപ്പൻ വലസൈ എന്ന ഒരു കുഗ്രാമത്തിലേക്ക് ബോട്ട് കയറി വന്നു. അവിടുത്തെ ശ്രീ സ്വാമികളുടെ ഒരു ശിഷ്യനായ ഉടയനായകം പിള്ളയ്ക്ക് ശ്മശാനത്തോട് ചേർന്ന് സ്വന്തമായ ഒരു കാട്ടുഭൂമി ഉണ്ടായിരുന്നു. അവിടെ ഒരു ഓലപ്പുര പണിയിച്ച് അതിൻ്റെ ഉള്ളിൽ 6 അടിക്ക് 6 അടിയിൽ ഒരു കുഴി കുഴിച്ച് ചുറ്റും മുൾവേലിയും ഒരു വാതിലും പിടിപ്പിച്ച് ആ കുഴിയിലിറങ്ങി ശ്രീ സ്വാമികൾ തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങി. തനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ശ്രീ കുമാരപരമേശ്വര പെരുമാളുടെ പ്രത്യക്ഷ സ്വരൂപ ദർശനം ഉദ്ദേശിച്ചാണ് ശ്രീ സ്വാമികൾ തപസ്സനുഷ്ഠിക്കാൻ തീരുമാനിച്ചത്. തനിക്ക് യാതൊരു തടസ്സവും ഉണ്ടാകാതെ നോക്കിക്കൊള്ളാൻ അദ്ദേഹം ശിഷ്യന്മാരോട് ചട്ടം കെട്ടി. ആദ്യത്തെ 5 ദിവസം മാത്രം ഒരു നേരം സ്വൽപ്പം ആഹാരം കഴിച്ച് പിന്നീട് അന്നപാനാദികൾ അശേഷം ഉപേക്ഷിച്ച് തീവ്രനിഷ്ഠയോടെ കഠിന തപസ്സനുഷ്ഠിച്ച് പരിപൂർണ സമാധിയിൽ അദ്ദേഹം ആണ്ടു. 7-ാം നാൾ മുണ്ടനം ചെയ്ത ശിരസും മാറിലും കൈകളിലും രുദ്രാക്ഷങ്ങളും അരയിൽ കൗപീനവും ധരിച്ച ഒരു ബാലൻ കൂടെ 2 മഹർഷിമാരോടുകൂടി തൻ്റെ മുന്നിൽ പ്രത്യക്ഷമായിരിക്കുന്നത് ശ്രീ സ്വാമികൾ അറിഞ്ഞു. ബാലൻ ശ്രീ സ്വാമികളുടെ ചെവിയിൽ അതിരഹസ്യമായ ദഹരവിദ്യ ഉപദേശം ചെയ്ത് പടിഞ്ഞാറ് ദിശയിലേക്ക് നടന്നു നീങ്ങി പിന്നീട് അപ്രത്യക്ഷമായി. തുടർന്ന് ശ്രീ സ്വാമികൾ തപോനിഷ്ഠയിൽ തന്നെ അവിടെ ഇരുന്നു. 35-ാം ദിവസം ചിത്രാപൗർണമിയുടെ രാത്രിയിലാണ്
തൻ്റെ ഉപാസ്യമൂർത്തിയായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ശ്രീ കുമാരപരമേശ്വര പെരുമാളുടെ ദിവ്യ ദർശനവും ഉപദേശങ്ങളും സിദ്ധിച്ച് ശ്രീ സ്വാമികൾ പുറത്തേക്ക് വന്നത്. അടുത്ത വർഷം തന്നെ തൻ്റെ 45-ാം വയസ്സിൽ ശ്രീ സ്വാമികൾ സന്യാസം സ്വീകരിച്ചു. പാമ്പൻ ഗ്രാമത്തിൻ്റെ വടക്ക് ദിശയിൽ വന്ന് സമുദ്രത്തെ നോക്കി ആഗമവിധി പ്രകാരമുള്ള സന്യാസ ദീക്ഷയ്ക്കുള്ള പ്രതിജ്ഞകൾ എടുത്തു. തൻ്റെ കുടുംബത്തിന് വേണ്ടതൊക്കെ അതാത് കാലങ്ങളിൽ ശ്രീ കുമാരപരമേശ്വര പെരുമാൾ നൽകി അവരെ സംരക്ഷിച്ചുകൊള്ളും എന്ന് ബന്ധുമിത്രാദികൾക്ക് ഉറപ്പ് കൊടുത്തു. എന്നിട്ട് വള്ളത്തിൽ കയറി. ഈ കടൽ കടന്ന് ഈ ഗ്രാമത്തിലേക്ക് ഇനിയൊരു തിരിച്ചുവരവ് എനിക്ക് ഉണ്ടായിരിക്കില്ല എന്ന് കൂടെ വന്ന ശിഷ്യരോടും ശ്രീ സ്വാമികൾ ഉറപ്പിച്ച് പറഞ്ഞു. പിന്നീടുള്ള കാലം ശ്രീ സ്വാമികൾ പല ക്ഷേത്രങ്ങളിലേക്കുള്ള യാത്രയിലാണ് കഴിച്ചത്. തമിഴ്നാട്ടിൽ മാത്രമല്ല, വിജയവാഡ, രാജമുന്ദ്രി, വിശാഖപട്ടണം, പൂരി ജഗന്നാഥം, കൽക്കട്ട, ഗയ, കാശി മുതലായ ക്ഷേത്രങ്ങളിലേക്കെല്ലാം യാത്ര ചെയ്തു. തൻ്റെ ഇഷ്ടദൈവമായ ശ്രീ കുമാരപരമേശ്വര സ്വാമിയുടെ പേരിൽ 6666 സ്തോത്രങ്ങളും 32 വ്യാസങ്ങളും, അതായത് ഗദ്യരചനകളും ശ്രീ സ്വാമികൾ രചിച്ചിട്ടുണ്ട്. പിറപ്പൻ വലസയിൽ ശ്രീ സ്വാമികൾക്ക് ഉപദേശമായി ലഭിച്ച ദഹരവിദ്യയുടെ സൂക്ഷ്മതത്വം ദഹരാലയ രഹസ്യം എന്ന ഗ്രന്ഥമായും പിന്നീട് അതിന് ശ്രീ സ്വാമികൾ തന്നെ ഗദ്യ വ്യാഖ്യാനവും എഴുതിയിട്ടുണ്ട്. അതിഗഹനമായ സൂക്ഷ്മ സാധനാ രഹസ്യങ്ങളാണ് മിക്ക ഗ്രന്ഥങ്ങളും. ഇതുകൂടാതെ രഥബന്ധം, മയൂരബന്ധം, സർപ്പബന്ധം, ശസ്ത്രബന്ധം എന്നിങ്ങനെ പല ആകൃതികളിൽ അക്ഷരങ്ങൾ വിന്യസിച്ചുള്ള നിരവധി ചിത്രകാവ്യ പദ്യങ്ങളും പല സന്ദർഭങ്ങളിൽ ശിഷ്യന്മാരുടെ പ്രത്യേക കാര്യസിദ്ധികൾക്ക് വേണ്ടി ശ്രീ സ്വാമികൾ രചിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് വാഹനയാത്രകളിൽ അപകടം ഒഴിവാകാനുള്ള രക്ഷയാണ് രഥബന്ധം. പലപ്പോഴും ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ ദർശനം ശ്രീ സ്വാമികൾക്ക് സ്വപ്നത്തിൽ ലഭിക്കുകയും പലതരത്തിലുള്ള അത്ഭുത കൃത്യങ്ങൾ ശ്രീ കുമാരപരമേശ്വര ഭഗവാൻ നടത്തിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ നിർദ്ദേശം സ്വപ്നത്തിൽ കൂടി ലഭിച്ച ചെന്നൈയിലും മറ്റു സ്ഥലങ്ങളിലുമുള്ള പല ഭക്തന്മാരും ശ്രീ സ്വാമികളെ സമീപിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് വേണ്ട സഹായങ്ങൾ ചെയ്യാനും തുടങ്ങി. പ്രായമധികമായപ്പോൾ ശ്രീ സ്വാമികൾ ചെന്നൈയിൽ തന്നെ സ്ഥിരതാമസം തുടങ്ങി. 1923 ഡിസംബർ 27 ശ്രീ സ്വാമികൾ ചെന്നൈയിലുള്ള തമ്പുച്ചെട്ടി തെരുവിൽ നടന്നു പോയപ്പോൾ ഒരു കുതിരവണ്ടിയുടെ ചക്രം ഇടിച്ച് കാലിൻ്റെ എല്ല് മുറിഞ്ഞു. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീ സ്വാമികളുടെ പ്രായം കണക്കാക്കിയും അദ്ദേഹം വളരെ കാലമായി ഉപ്പ് ചേർക്കാതെ അരിയും പയറും വേവിച്ചത് മാത്രം ആഹാരമാക്കിയതുകൊണ്ട് ശരീരം വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നതുകൊണ്ടും ഒടിഞ്ഞ എല്ല് കൂടുന്നതും ആരോഗ്യം ഭേദമാകുന്നതും ഇനി അസാധ്യമാണ് എന്ന് ഡോക്ടർമാർ അഭിപ്രായം പറഞ്ഞു. എന്നാൽ ശ്രീ വേൽമുരുകൻ സ്വാമികളെ കൈവെടിഞ്ഞില്ല. 10 ദിവസം ശ്രീ സ്വാമികൾ ഷൺമുഖ കവചം ചൊല്ലി 10ാം നാൾ രാത്രിയിൽ ചിറക് വിരിച്ച് ആകാശം മുഴുവനും മറച്ചിരിക്കുന്ന ഒരു മയിലിൻ്റെയും അതിൻ്റെ കൂടെ നൃത്തം ചെയ്യുന്ന മറ്റൊരു മയിലിൻ്റെയും ദർശനം ലഭിച്ചു. മാത്രമല്ല, ഒരു ചെറിയ കുട്ടി ആശുപത്രി കിടക്കയിൽ തൻ്റെ അടുത്ത് കിടക്കുന്നതും കണ്ടു. അത് തൻ്റെ ശ്രീ കുമാരപരമേശ്വരൻ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഉടനെ ആ ശിശു അപ്രത്യക്ഷമാവുകയും ചെയ്തു. 15 ദിവസത്തിൽ ഞാൻ ഭേദമാക്കി തരാം എന്ന് ശ്രീ കുമാരപരമേശ്വര പെരുമാൾ വാക്ക് കൊടുത്തതായും ശ്രീ സ്വാമികൾക്ക് അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ ശ്രീ സ്വാമികളുടെ മുറിഞ്ഞ കാലെല്ല് കൂടി. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ മയിൽവാഹനം പ്രത്യക്ഷപ്പെട്ട ജനുവരി 6 എല്ലാ വർഷവും മയൂരവാഹന സേവനം എന്ന ഒരു വിശേഷ ഉത്സവമായിട്ട് ശ്രീ സ്വാമികൾ തുടങ്ങിവെച്ച മഹാതേജോ മണ്ഡല സഭയുടെ അംഗങ്ങളായ ഭക്തന്മാർ ആഘോഷിച്ചു വരുന്നുണ്ട്. ഇന്ന് രാജീവ് ഗാന്ധി ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെന്നൈ ജനറൽ ആശുപത്രിയിൽ ശ്രീ സ്വാമികൾ കിടന്നിരുന്ന 11ാമത്തെ മൺട്രോ വാർഡിൽ ശ്രീ സ്വാമികൾ കിടന്ന 11ാമത്തെ കട്ടിലിൻ്റെ മുകളിൽ
ശ്രീ പാമ്പൻ സ്വാമികളുടെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട്. ശ്രീ സ്വാമികളുടെ കാൽ ഭേദമാവുന്നതിന് മുൻപും പിൻപുമുള്ള എക്സ്റേ റിപ്പോർട്ടുകളും ആ ആശുപത്രിയിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പൂർണ്ണമായി സുഖം പ്രാപിച്ച ശ്രീ സ്വാമികൾ 1926 മഹാതേജോമണ്ഡല സഭ എന്ന ഒരു പ്രസ്ഥാനം തുടങ്ങി ശ്രീ സുബ്രഹ്മണ്യ ഉപാസനയുടെ രീതി ചിട്ടപ്പെടുത്തി. തൻ്റെ അന്ത്യം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നത് ശ്രീ സ്വാമികൾക്ക് മനസ്സിലായി. തൻ്റെ കൈവശമുണ്ടായിരുന്ന കുറച്ച് പണം കൊണ്ട് ശ്രീ സ്വാമികൾ ഒരു ശിഷ്യനെ കൊണ്ട് ചെന്നൈയിൽ തിരുവാൻമിയൂർ കടപ്പുറത്ത് ചെറിയ ഒരു സ്ഥലം വാങ്ങിപ്പിച്ചു. തൻ്റെ സമാധിക്കുള്ള സ്ഥലമാണത് എന്നൊന്നും ശ്രീ സ്വാമികൾ ആദ്യം പറഞ്ഞില്ല. ക്രമേണ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് കുറച്ചു. സദാസർവകാലവും സുബ്രഹ്മണ്യ ധ്യാനത്തിൽ തന്നെ ചിലവഴിച്ചു. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ സഹസ്രനാമത്തിലെ 1000 നാമങ്ങളുടെയും സൂക്ഷ്മാംശം അടങ്ങിയ ഓം ഷൺമുഖപതയേ നമോ നമ എന്ന് തുടങ്ങുന്ന 44 നാമങ്ങളുള്ള കുമാരസ്തവം എന്ന പേരുള്ള മന്ത്രമയമായ ഒരു സ്തോത്രം ശ്രീ സ്വാമികൾ രചിച്ച് അതിൻ്റെ ജപത്തിൽ തന്നെ കാലം കഴിച്ചു. ഒടുവിൽ 1929 മെയ് മാസം 30 വ്യാഴാഴ്ച പ്രഭാതത്തിൽ ഷഷ്ടി തിഥിയിൽ ശിഷ്യന്മാരെല്ലാവരും നോക്കി നിൽക്കെ ശ്രീ സ്വാമികൾ ദീർഘമായി ഒരു ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു. ആ ശ്വാസം പുറത്തേക്ക് വരാതെ ശ്രീ സ്വാമികളുടെ ശരീരത്തിൽ തന്നെ മഹാസമാധിയായി ലയിച്ചു. വിശുദ്ധജ്ഞാനമയമായ സൂക്ഷ്മദേഹത്തോടെ ശ്രീ സ്വാമികൾ ഗുഹസായുജ്യം പ്രാപിച്ചു. തിരുവാൻമിയൂരിൽ സ്വാമികൾ വാങ്ങിച്ച സ്ഥലത്ത് തന്നെ സ്വാമികൾ നേരത്തെ നിർദ്ദേശിച്ചിരുന്നത് പ്രകാരം ഭൂതശരീരം അടക്കം ചെയ്തു. ഇന്നും ചെന്നൈ തിരുവാൻമിയൂരിലുള്ള ശ്രീ സ്വാമികളുടെ സമാധി മന്ദിരത്തിൽ 1000കണക്കിന് ഭക്തജനങ്ങൾ വന്ന് ആരാധിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പൗർണമി ദിനങ്ങളിൽ. അവിടെ വന്ന് ശ്രീ കുമാരപരമേശ്വരനായ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്ന ഭക്തരെ ശ്രീ സ്വാമികൾ ഒരിക്കലും കൈവിടിയില്ല എന്ന് ഭക്തന്മാർ ദൃഢമായി വിശ്വസിക്കുന്നുമുണ്ട്. തൻ്റെ ഉപാസനാബലത്താലും സുബ്രഹ്മണ്യ ഭക്തിയാലും ഒരു കാലത്ത് തമിഴകത്തെ ഒരു തപോഭൂമിയാക്കി മാറ്റിയ ദയാനിധിയും ശുദ്ധാദ്വൈത ശൈവസിദ്ധാന്ത ജ്ഞാനസൂര്യനുമാണ് മഹാത്മാവായ പാമ്പൻ ശ്രീമദ് കുമരഗുരുദാസ സ്വാമികൾ എന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല. ശ്രീ ഗുരുഭ്യോ നമഃ. നന്ദി, നമസ്കാരം.